ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ബ്രെഡ് റോളാണ് തയ്യാറാക്കുന്നത്. കട്ട്ലറ്റ് മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബ്രെഡ് റോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡ് റോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് പീനട്ട്സ്, നമ്മുടെ കടല റോസ്റ്റ് ചെയ്ത് കഴിക്കുന്ന പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പീനട്ട്സ് ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ നമ്മുടെ കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ കിസ്മിസ് ആഡ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഇതിൽ കാഷ്നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കിസ്മിസും കൂടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേ സെയിം ഓയിലിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകം ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് കസ്തൂരി മേത്തി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഒന്ന് വഴട്ടിയെടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ഞുറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. സവോള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവുള്ള താല്പര്യമാണെങ്കിൽ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ വറുത്ത് പൊടിച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് ഈ മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം. മസാലകളെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ടും കൂടെ തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ആ ഒരു ക്രഞ്ചിനെസ് മാറാണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊന്ന് ഒരു 80% മാത്രം കുക്കാവുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 to 3 മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടും ഗ്രീൻ പീസും ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ക്രഞ്ചിനെസ് ഒന്ന് മാറാണ്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസുള്ള കിഴങ്ങ് ഞാൻ ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തൊണ്ടെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് കൈ കൊണ്ട് സ്മാഷ് ചെയ്ത് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കിഴങ്ങ് നമുക്ക് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ട് ഉടച്ചുടച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മസാലകളും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട്, അതായത് നമ്മുടെ സ്റ്റഫിങ്സ് ഇവിടെ മിക്സ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, ഒരു കട്ടയോ ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളിവിടെ കുക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് കുക്ക് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പ്ലേറ്റിലോട്ട് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതുപോലെ വിടർത്തി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട്സും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് മല്ലിക്കൊത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു റോൾസ് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് ചെറിയ ചെറിയ ഉരുളകൾ എടുക്കാം. ഉരുളകൾ ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം കൈമേ എടുത്ത് പതിയെ ബോൾസ് ആക്കിയിട്ട് ചെറിയ ചെറിയ റോൾസ് ആക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് റോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ചെറിയൊരു ബോൾ എടുത്തതിന് ശേഷം കൈമേ വെച്ച് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ചെറിയൊരു റോൾസ് ആക്കി എടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 12 റോൾസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസ് എടുക്കാം കേട്ടോ. ഞാനിവിടെ 12 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് ബ്രെഡ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രെഡ് വേണം
വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ സൈഡ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ്സ് എല്ലാം സൈഡ്സ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ആ സൈഡ്സ് എല്ലാം നമുക്കൊരു മിക്സി ജാറിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡ് ക്രംസ് റെഡി ആയതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് ഒരു 1/2 കപ്പ് പാല്, ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബ്രെഡ് എടുത്ത് അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പതിയെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അതിൻ്റെ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ ഒരു പാലും എല്ലാം നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന വെജീസ് നമുക്ക് ഇതിൻ്റെ നടുവിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ബ്രെഡ് വെച്ച് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ റാപ്പ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തും ബ്രെഡ് ഒന്ന് പിഞ്ച് ചെയ്ത് നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ ഒരു കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി ജസ്റ്റ് ഒന്ന് പിഞ്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് റോളായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കോളൂ. നമ്മുടെ റോൾസ് ഇവിടെ റെഡി ആയതിനു ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും നന്നായിട്ട് ബ്രെഡ് ക്രംസ് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് നമുക്കിതുപോലെ തന്നെ മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ ബാക്കിയെല്ലാം ബ്രെഡ് റോൾസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെഡ് റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 20 മിനിറ്റ് തണക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസ് എല്ലാം വിട്ടുപോകില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം 20 മിനിറ്റിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ നമ്മുടെ ബ്രെഡ് റോൾസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കടായിൽ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഓരോ റോൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. പതിയെ നമുക്ക് ഓരോ റോൾസ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. റോൾസ് ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഓയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമുക്ക് പതിയെ ഒന്ന് തിരിച്ചും മറിച്ചും ഇത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ നമ്മുടെ ഈ ഒരു ബ്രെഡ് റോൾസ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് റോൾസ് എല്ലാം നമ്മുടെ ഓയിലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള റോൾസ് എല്ലാം ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റ് ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് റോൾ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ വീണ്ടും തയ്യാറാക്കി പോകും. നമ്മുടെ കട്ട്ലറ്റൊക്കെ മാറി നിൽക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ബ്രെഡ് റോളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു അവധിക്കാലത്ത് കുട്ടികൾക്കൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കില്ലേ, അവർക്ക് എന്താ കഴിക്കാൻ കൊടുക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ അവർക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഈവൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ ആണല്ലോ തയ്യാറാക്കി കൊടുത്ത് നോക്കിക്കോളൂ. വീണ്ടും അവർ ചോദിക്കും കേട്ടോ. ഈവൻ അവർ റെസിപ്പി എന്താണെന്ന് വരെ ചോദിച്ചപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ ഈ ഒരു ബ്രെഡ് റോൾ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി സ്പൈസി ടെസ്റ്റ് വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി ഇങ്ങോട്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.